ഒരു ഡോക്ടർക്ക് ജർമ്മനിയിൽ എത്ര രൂപ സാലറി കിട്ടും? എഞ്ചിനീയർക്കാണെങ്കിൽ എത്ര രൂപ കിട്ടും? അല്ലെങ്കിൽ ഒരു നേഴ്സോ അല്ലെങ്കിൽ HR പ്രൊഫഷണൽസിനോ ഇവർക്കൊക്കെ എത്ര രൂപയാണ് മാസം ജർമ്മനിയിലെ സാലറി ആയിട്ട് കിട്ടുന്നത്? ജർമ്മനിയിലെ മിനിമം അവർലി വേജ് എത്രയാണ്? അതുപോലെ ഏത് സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ സാലറി നമുക്ക് കിട്ടുന്നത്? നമ്മൾ എത്ര രൂപ ടാക്സ് ആയിട്ട് കൊടുക്കണം? നമ്മുടെ ജോബ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ പൈസ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും ഓരോ മാസവും? ഇതെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജർമ്മനിയിലെ സാലറിയെ കുറിച്ച് പറയുമ്പം ഏറ്റവും ആദ്യം പറയേണ്ടത് നെറ്റോയും അതുപോലെ ബ്രൂട്ടോയും കുറിച്ചാണ്. നമ്മുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാലറി, അതായത് നമ്മുടെ ജോബ് കോൺട്രാക്റ്റിൽ കൊടുത്തേക്കുന്ന സാലറി എമൗണ്ട്, നമ്മുടെ പെർഫോമൻസ് ബോണസ്, ഇതെല്ലാമാണ് ബ്രൂട്ടോ ഗെഹാൾട്ട്, അതായത് ഗ്രോസ് എമൗണ്ട്. ടാക്സും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസും ഡിഡക്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എമൗണ്ടിനെയാണ് ഗ്രോസ് എമൗണ്ട് അല്ലെങ്കിൽ ബ്രൂട്ടോ ഗെഹാൾട്ട് എന്ന് പറയുന്നത്. ഇനിയും എന്താണ് നെറ്റോ ഗെഹാൾട്ട്? നമ്മുടെ ടാക്സും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസും ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന എമൗണ്ടിനെയാണ് നെറ്റോ ഗെഹാൾട്ട് എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ കയ്യിൽ ശരിക്കും കിട്ടുന്ന എമൗണ്ട്. ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഏതൊരാളും കമ്പൽസറി ആയിട്ട് പേ ചെയ്യേണ്ടതാണ് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ്. ഇതിൽ നമ്മൾ പകുതി അടയ്ക്കുന്നത് നമ്മുടെ എംപ്ലോയറും അതുപോലെ ബാക്കി പകുതി അടയ്ക്കുന്നത് നമ്മളുമാണ്. ജർമ്മനിയിൽ പ്രധാനമായിട്ടും 4 സോഷ്യൽ ഇൻഷുറൻസുകളാണ് ഉള്ളത്. റെന്റൻ ഫെർസിഷറും, ക്രാങ്കൻ ഫെർസിഷറും, ഫ്ലേഗ ഫെർസിഷറും അതുപോലെ ആർബൈറ്റ്സ്ലോസ് ഫെർസിഷറും. പെൻഷന് വേണ്ടി നമ്മൾ അടയ്ക്കുന്ന ഇൻഷുറൻസ് പ്രീമിയത്തെയാണ് റെന്റ് ആൻഡ് ഫെർസിഷറിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 18.6%. ഇതിൽ 9.3% നമ്മുടെ ബിഹാഫിൽ നമ്മുടെ എംപ്ലോയർ അടയ്ക്കും. ബാക്കിയുള്ള 9.3% നമ്മുടെ ബ്രൂട്ടോ ഗെഹാൾട്ടിൽ നിന്നും, അതായത് ഗ്രോസ് എമൗണ്ടിൽ നിന്നും അടയ്ക്കും. അടുത്തതാണ് ക്രാങ്കൻ ഫെർസിഷറും, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം. നമ്മുടെ മെഡിക്കലും അതുപോലെ ഡെന്റൽ ചെക്കപ്പുകളെല്ലാം ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസിൽ കവേർഡ് ആയതുകൊണ്ട് നമ്മൾ ഓരോ മാസവും ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കണം. നിലവിൽ ഇതിന്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ വരുന്നത് 15.9%. അതിൽ 7.95% നമ്മുടെ എംപ്ലോയർ നമ്മുടെ ബിഹാഫിൽ പേ ചെയ്യും. അതുപോലെ ബാക്കിയുള്ള 7.95% നമ്മുടെ ബ്രൂട്ടോ സാലറിയിൽ നിന്ന് നമ്മൾ പേ ചെയ്യണം. ഇവിടെ നമ്മൾ പറയുന്നത് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ്, അല്ലാതെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ചല്ല. അടുത്തതാണ് ഫ്ലേഗ ഫെർസിഷറും, അതായത് ലോങ് ടേം കെയർ ഇൻഷുറൻസ്. ഈ ഇൻഷുറൻസ് നമുക്ക് ഉപകാരപ്പെടുന്നത് നമുക്ക് പ്രായമാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ്. 23 വയസ്സിന് മുകളിലുള്ള എല്ലാവരും 3.4% പേ ചെയ്യേണ്ടത്. ഇതിൽ 1.525% പേ ചെയ്യുന്നത് നമ്മുടെ എംപ്ലോയർ ആണ്. അതുപോലെ 1.875% പേ ചെയ്യുന്നത് നമ്മളുമാണ്. അടുത്തതാണ് ആർബൈറ്റ്സ്ലോസ് ഫെർസിഷറും, അതായത് അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ്. ഇവിടെ നമുക്ക് നമ്മുടെ ജോലി നഷ്ടപ്പെടുവാണെങ്കിൽ ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. ഇതിന്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2.4% ആണ്. ഇതിൽ 1.2% നമ്മുടെ ബിഹാഫിൽ നമ്മുടെ എംപ്ലോയർ പേ ചെയ്യും. ബാക്കിയുള്ള 1.2% നമ്മുടെ ബ്രൂട്ടോ സാലറിയിൽ നിന്ന് വേണം പേ ചെയ്യാനായിട്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ 4 ഇൻഷുറൻസുകളുടെ കോൺട്രിബ്യൂഷനും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ബ്രൂട്ടോ സാലറിയിൽ നിന്ന് നമ്മൾ പേ ചെയ്യേണ്ടത് 20.325% സോഷ്യൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഓരോ മാസവും. ഇനി ആരൊക്കെ ഈ സോഷ്യൽ കോൺട്രിബ്യൂഷൻ പേ ചെയ്യണം? നമുക്ക് കിട്ടുന്ന ബ്രൂട്ടോ വാർഷിക വരുമാനം 5400 യൂറോയെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ കമ്പൽസറി ആയിട്ടും സോഷ്യൽ കോൺട്രിബ്യൂഷൻസ് പേ ചെയ്യണം. 2022 മുതൽ ജർമ്മനിയിലെ അവർലി മിനിമം വേജ് എന്ന് പറയുന്നത് €9.82 ആണ്. ഒക്ടോബർ 1, 2022 തൊട്ട് ഈ അവർലി മിനിമം വേജ് €12 ആക്കാനാണ് ജർമ്മൻ ഗവൺമെന്റിന്റെ പ്ലാൻ. ഒരു എംപ്ലോയി ഇപ്പം 8 മണിക്കൂറാണ് ഒരു ദിവസം ജോലി ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ 5 ദിവസം, അതായത് ടോട്ടൽ 40 മണിക്കൂറാണ് ഒരാഴ്ചയിൽ ജോലി ചെയ്യുന്നത് എങ്കിൽ ഒരു മാസം അവർക്ക് കിട്ടുന്ന മിനിമം വേജ് എന്ന് പറയുന്നത് €1571 ആണ്. ഇത് ഗ്രോസ് എമൗണ്ടാ. സ്റ്റുഡൻസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ അവർക്ക് ഒരാഴ്ചയിൽ 20 മണിക്കൂർ മാത്രമേ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഒരാഴ്ചയിൽ 2 ദിവസം. അങ്ങനെ ഒരു മാസം നോക്കുവാണെങ്കിൽ 8 ദിവസം. അപ്പൊ അവർക്ക് കിട്ടുന്ന ടോട്ടൽ സാലറി എന്ന് പറയുന്നത് €628.48 ആണ്. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലക്സംബർഗ് ആണ് ഏറ്റവും കൂടുതൽ മിനിമം അവർലി വേജ് കൊടുക്കുന്നത്, €13.
ഇനി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം കാണും ജർമ്മനിയിലെ എത്ര യൂറോ ആണ് നാഷണൽ ആവറേജ് സാലറി എന്ന്. 2022 കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ ജർമ്മനിയിലെ നാഷണൽ ആവറേജ് മന്ത്ലി ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 4250 യൂറോ 75 സെന്റ് ആണ്. അതായത് 51,000 യൂറോ ഒരു വർഷം. ഈ സാലറി എന്ന് പറയുന്നത് കുറെ ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ജെൻഡർ, നമ്മുടെ എക്സ്പീരിയൻസ് ലെവല്, അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനി, ആ കമ്പനി, നമ്മുടെ ഫീൽഡ്, പിന്നെ ആ കമ്പനി ഇരിക്കുന്ന ലൊക്കേഷൻ, ഇവയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് കിട്ടുന്ന ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ എമൗണ്ടിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അത് എപ്പോഴും എബവ് ആവറേജ് സാലറി തന്നെയാണ്. പക്ഷെ നമുക്കൊരു നല്ലൊരു സാലറി കിട്ടുന്നുണ്ട് ഒരു ലൊക്കേഷൻ എങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന എക്സ്പെൻസസ് എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻകം ടു എക്സ്പെൻസ് റേഷ്യോ ആണ് നമ്മുടെ കീ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ജർമ്മനിയിലെ ഏത് സ്റ്റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ സാലറി തരുന്നത് എന്നുള്ളതാ. ജർമ്മനിയിലെ സദേൺ സ്റ്റേറ്റ്സിലൊക്കെ പൊതുവെ ആവറേജ് സാലറി കൂടുതലായിരിക്കും. ജർമ്മനിയിലെ ഹെസൻ എന്ന സ്റ്റേറ്റ് നോക്കുവാണെങ്കിൽ ഹെസൻ ആണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആവറേജ് സാലറി കൊടുക്കുന്നത്, 47,840 യൂറോ. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ബാഡൻ വുട്ടംബർഗ്, 47,806 യൂറോ. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മ്യൂണിക്കും അതുപോലെ ഹാംബർഗും ആണ്, 46,800 യൂറോ. ഈ സ്റ്റേറ്റ് നമ്മളെല്ലാം നോക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും കുറവ് സാലറി നമുക്ക് കിട്ടുന്നത് ജർമ്മനിയിലെ ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയ മെക്ലൻബർഗ് ഫോർപോമൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്, 34,320 യൂറോ. ജർമ്മനിയിലെ ഏറ്റവും പോപ്പുലസ് സ്റ്റേറ്റ് ആണ് നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ. അപ്പം ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്റ്റേറ്റിലെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 43,940 യൂറോ ആണ്. 2022 കണക്ക് നോക്കുവാണെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് ആണ് ഏറ്റവും കൂടുതൽ ആവറേജ് സാലറി തരുന്ന സിറ്റി, 54,000 യൂറോ. ഫ്രാങ്ക്ഫർട്ടിന്റെ തൊട്ട് പുറകെ വരുന്ന സിറ്റിയാണ് മ്യൂണിക്ക്, 53,886 യൂറോയും. അതുപോലെ അത് കഴിഞ്ഞ് സ്റ്റുട്ട്ഗാർട്ട് 53,592 യൂറോയും. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി കിട്ടും എന്നത് മാത്രമല്ല ഇവിടുത്തെ ജീവിത ചെലവെന്ന് പറയുന്നതും അതനുസരിച്ച് കൂടുതലാണ്. തീർച്ചയായിട്ടും ഡിഗ്രി ഉള്ള ആൾക്കാർക്കാണ് ജർമ്മനിയിലെ സാലറി കൂടുതൽ. അവരും അതുപോലെ വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നേടിയ ആൾക്കാരും തമ്മിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 41% സാലറി ഡിഗ്രി ഉള്ളവർക്ക് കൂടുതൽ. അതുപോലെ തന്നെ ബാച്ചിലേഴ്സും അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് ഹൗസ് ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരെക്കാളും കുറച്ചും കൂടി സാലറി കൂടുതലാണ്. നമുക്ക് ജോലി കിട്ടുമ്പോൾ നമ്മുടെ ജോബ് കോൺട്രാക്റ്റിൽ കൊടുത്തേക്കുന്ന സാലറിയും അതുപോലെ നമുക്ക് ഓരോ മാസവും നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറിയും തമ്മിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് ഇനി നോക്കാം. ജർമ്മനിയിൽ നമ്മുടെ നെറ്റോ വാർഷിക വരുമാനം 10,347 യൂറോ വരെയാണെങ്കിൽ ടാക്സ് ഫ്രീ ആണ്. അതിൽ കൂടുതൽ നമ്മൾ എത്ര യൂറോ സമ്പാദിക്കുന്നോ അതനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുക്കണം. ഉദാഹരണത്തിന് എനിക്ക് കിട്ടുന്ന നെറ്റോ വാർഷിക വരുമാനം 12,347 യൂറോ ആണെങ്കിൽ 12,347 യൂറോ മൈനസ് 10,347 യൂറോ, അതായത് ഡിഫറൻസ് വരുന്നത് 2,000 യൂറോ ആണ്. ഈ ഡിഫറൻസിന്, അതായത് 2,000 യൂറോയ്ക്ക് വേണം ഞാൻ ടാക്സ് കൊടുക്കാനായിട്ട്. ഈ ടാക്സ് എന്ന് പറയുന്നത് 14% തൊട്ട് 45% വരെ പോയേക്കാം നമ്മുടെ ആ ഡിഫറൻസിന്റെ വലിപ്പം അനുസരിച്ച്. അപ്പൊ ഇതാണ് നമ്മൾ പേ ചെയ്യേണ്ട പേറോൾ ടാക്സ്, അതായത് ലോൺസ്റ്റോയർ. നിങ്ങളുടെ റിലീജിയൻ ഇനിയും ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഈ ലോൺസ്റ്റോയറിന്റെ 9% നിങ്ങൾ ചർച്ച് ടാക്സ് ആയിട്ട് കൊടുക്കണം. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ ആയിട്ട് നിങ്ങൾ 20.325% കൂടി പേ ചെയ്യണം. എനിക്ക് കിട്ടുന്ന ബ്രുട്ടോ വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ 12,000 യൂറോ ആണെങ്കിൽ അതിൽ നിന്ന് എത്ര രൂപയാണ് എനിക്ക് നെറ്റോ വാർഷിക വരുമാനമായിട്ട് കിട്ടുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഈ 12,000 യൂറോ ബ്രുട്ടോ വാർഷിക വരുമാനത്തിൽ നിന്നും 20.325% സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ ആയിട്ട് പേ ചെയ്യണം. അതുപോലെ തന്നെ 1,000 യൂറോ എൻ്റെ വർക്ക് റിലേറ്റഡ് എക്സ്പെൻസസിനായിട്ട് ആകുമെന്ന് കരുതി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് 1,000 യൂറോയും കൂടി കൺസിഡർ ചെയ്യും. അപ്പം ഞാൻ ഈ 12,000 യൂറോയിൽ നിന്നും 20.325% പ്ലസ് 1,000 യൂറോ മൈനസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു സംഖ്യയാണ് എൻ്റെ നെറ്റോ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ടാക്സ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. വളരെ ലളിതമായിട്ട് പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിയാലിറ്റിയിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻകം കുറഞ്ഞ ആൾക്കാർക്ക് പോലും നമ്മൾ ഒരു ടാക്സ് പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് നടത്തണം. ഇവിടുത്തെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കയ്യിൽ നിന്നും ഒരു എമൗണ്ട് ടാക്സ് ആയിട്ട് എടുക്കും. പിന്നെ ആ വർഷം നമുക്കുണ്ടായ എക്സ്പെൻസസ് എല്ലാം കാണിച്ച് നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആ എക്സ്പെൻസസ് കൂടുതലാണെങ്കിൽ നമുക്ക് ടാക്സ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും.
ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ബാച്ചിലർ ആണ്, അതുപോലെ ടാക്സ് ക്ലാസ് 1 പെടുന്നു, ചർച്ച ടാക്സ് ഒന്നും പേ ചെയ്യുന്നുമില്ല. കൂടാതെ ഞാൻ ഈ പറയാൻ പോകുന്ന സാലറി പല ഫാക്ടേഴ്സിനെ അനുസരിച്ച് മാറും. അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനി, ആ കമ്പനി ഇരിക്കുന്ന ലൊക്കേഷൻ, നമ്മുടെ എക്സ്പീരിയൻസ് ലെവല്, നമ്മുടെ ഫീൽഡ്, ഇങ്ങനെ. ജർമ്മനിയിലെ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് പ്രൊഫഷൻസിൽ ഒന്നാണ് ഡോക്ടേഴ്സ്. അവർക്ക് 2022 കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ആവറേജ് ബ്രൂട്ടോ സാലറി എന്ന് പറയുന്നത് 78,300 യൂറോ ആണ്. ഇതിൽ അവർ ടാക്സും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനുമായിട്ട് പേ ചെയ്യുന്ന 41% ഈ ബ്രൂട്ടോ സാലറിയുടെ. ടാക്സും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനും ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന നെറ്റോ ആനുവൽ സാലറിയാണ് 46,197 യൂറോ. അതായത് ഒരു മാസം അവർക്ക് കിട്ടുന്ന നെറ്റോ സാലറി എന്ന് പറയുന്നത് 3,849 യൂറോ ആണ്. ഇതാണ് ഒരു സിമ്പിൾ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ മാരിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കുന്നത് ഇതിലും കുറവായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ നെറ്റോ ഇൻകം കിട്ടും. ഇനി എഞ്ചിനീയർമാർക്ക് എത്ര യൂറോ ശമ്പളം കിട്ടും ജർമ്മനിയിൽ? എഞ്ചിനീയർമാർക്ക് ഒരു വർഷം ബ്രൂട്ടോ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 59,000 യൂറോ ആണ്. ഇതിൽ അവർ ടാക്സും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനുമായിട്ട് പേ ചെയ്യുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 38.5%. ഈ ടാക്സും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനും ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന നെറ്റോ ആനുവൽ സാലറി എന്ന് പറയുന്നത് 36,287 യൂറോ ആണ്. അതായത് 3,023 യൂറോ മാസം. ഇനിയും IT സെക്ടറിൽ പ്രത്യേകിച്ചും സോഫ്റ്റ്വെയർ ഡെവലപ്പറൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ജർമ്മനിയിൽ കിട്ടുന്ന ആവറേജ് ബ്രൂട്ടോ ആനുവൽ സാലറി എന്ന് പറയുന്നത് 56,992 യൂറോ ആണ്. ഇവര് ടാക്സും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനുമായിട്ട് ഏകദേശം 38.16% പേ ചെയ്യണം. ഇതെല്ലാം ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന നെറ്റോ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 36,243 യൂറോ ആണ്. അതായത് ഒരു മാസം അവർക്ക് കിട്ടുന്ന നെറ്റോ ഇൻകം എന്ന് പറയുന്നത് 2,936 യൂറോ. ഇനി നഴ്സുമാർക്ക് എത്ര യൂറോ ആണ് ജർമ്മനിയിൽ സാലറി ആയിട്ട് കിട്ടുന്നത്? നഴ്സുമാർക്ക് ജർമ്മനിയിൽ ആവറേജ് ബ്രൂട്ടോ ആനുവൽ സാലറി എന്ന് പറയുന്നത് 40,560 യൂറോ ആണ്. അവർ ടാക്സും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനുമായിട്ട് പേ ചെയ്യേണ്ടത് 34.1%. ഡിഡക്ഷൻസ് എല്ലാം കഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന ആവറേജ് നെറ്റോ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 26,729 യൂറോ ആണ്. അതായത് ഒരു മാസം അവർക്ക് കിട്ടുന്ന നെറ്റോ ഇൻകം എന്ന് പറയുന്നത് 2,227 യൂറോ. ഇനി മാർക്കറ്റിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ആവറേജ് ബ്രൂട്ടോ ആനുവൽ സാലറി എന്ന് പറയുന്നത് 45,760 യൂറോ ആണ്. ഇതിൽ നിങ്ങൾ ടാക്സും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനുമായിട്ട് പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ 35.47%. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ജോലി ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ട്, അതെല്ലാം ഉപകാരപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.